മറുപടി തരാം. ഖുർആനിൽ പറയുന്ന ഈസാ നബി വേറെ, ബൈബിളിൽ പറയുന്ന യേശു ക്രിസ്തു വേറെ, രണ്ടും ഒരാളല്ല എന്ന ഒരു കാര്യം ചെയ്യും. അതേ നിങ്ങൾ ഇങ്ങനെയാണ് പഠിപ്പിക്കും. മുസ്ലിമേ അല്ല, ഒരു സെക്കൻഡ്, മാരിയോ ജോസഫ് അപ്പൊ എന്താ പറയുന്നത്? ഖുർആനിൽ പറയുന്ന ഈസാ നബിയും ബൈബിളിൽ പറയുന്ന യേശു ക്രിസ്തു ഒന്നാണെന്ന്. എന്റെ പൊന്നു സഹോദര, തലക്ക് വെളിവുള്ള ആരെങ്കിലും അങ്ങനെ പറയൂ? തലക്ക് വെളിവുള്ള ആരെങ്കിലും? ഖുർആനിലെ 19ാമത്തെ സൂറത്ത് മറിയമിൽ 28ാമത്തെ ആയത്തുണ്ട്. അല്ലയോ ഹാറൂന്റെ സഹോദരി, അഹറോന്റെ പെങ്ങളെ എന്നാ വിളിക്കുന്നേ. നിന്റെ പിതാവ് ഒരു ചീത്ത മനുഷ്യനായിരുന്നില്ല. അവിടത്തെ സൂറ മിറിയമിലെ മിറിയത്തോട്, ഈസാ ഇബ്നു മിറിയത്തിന്റെ, അതായത് മറിയത്തിന്റെ മകനായ ഈസ എന്ന് വിളിക്കപ്പെടുന്ന ഈസാ ഇബ്നു മിറിയത്തിന്റെ അമ്മയായ മറിയത്തോട് അന്നത്തെ നാട്ടുകാര് പറയുന്നതായിട്ട് സൂറ മറിയമിനകത്ത് 19ാമത്തെ സൂറയിൽ ഖുർആനകത്ത് എഴുതി വെച്ചേക്കാണ്. അല്ലയോ അഹറോന്റെ പെങ്ങളെ, നിന്റെ പിതാവ് ഒരു ചീത്ത മനുഷ്യനായിരുന്നില്ല, നിന്റെ മാതാവ് ഒരു ദുർനടപടിക്കാരിയുമായിരുന്നില്ല, നീ എന്തേ അങ്ങനെ ആയത്? അതായത് അങ്ങനെ ചോദിച്ചു എന്ന് ആണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, ഈ അഹറോന്റെ പെങ്ങളും മിറിയം ഏതാ? മോശയുടെ അഹറോന്റെ പെങ്ങളൊരു മിറിയമില്ലേ? ആ മിറിയത്തിന്റെ കാര്യമാണ് പറഞ്ഞു, സംശയം തീർക്കാതെ. ഖുർആനിലെ 3ാമത്തെ സൂറ 35-36 ആയത്തുകൾ, അതായത് സൂറത്ത് മറിയമല്ല, സൂറത്ത് ആലു ഇമ്രാനിലെ 35-36 ആയത്തുകൾ. ഇമ്രാൻ കുടുംബം എന്നാണ് ആ സൂറയുടെ അർത്ഥം തന്നെ. ആലു ഇമ്രാൻ, ഇമ്രാൻ കുടുംബം. ഇമ്രാന്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. എന്റെ രക്ഷിതാവേ, എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നിനക്കായി ഒഴിഞ്ഞു വെക്കാൻ ഞാൻ നേർന്നിരിക്കുന്നു. ആകയാൽ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ. തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനോ. എന്നിട്ട് പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു, എന്റെ രക്ഷിതാവേ, ഞാൻ പ്രസവിച്ച കുട്ടി പെണ്ണാണല്ലോ. എന്നാൽ അല്ലാഹു അവൾ പ്രസവിച്ചതിനെ പറ്റി കൂടുതൽ അറിയുന്ന അത്രേ ആണ് പെണ്ണിനെ പോലെയല്ല. ആ കുട്ടിക്ക് ഞാൻ മറിയം എന്ന് പേരിട്ടിരിക്കുന്നു. ഇങ്ങനെയാണ് മറിയം ജനിച്ചതെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അല്ല, അപ്പൊ മറിയത്തിന്റെ അമ്മ ആരായി? മറിയത്തെ വയറ്റിൽ ചുമന്ന അമ്മ എന്ന് പറയുന്നത് ഇമ്രാന്റെ ഭാര്യ. ഇമ്രാനെ അമ്രാം, ബൈബിളിലെ അമ്രാമിന്റെ അറബിയാണ് ഇമ്രാൻ. അതായത് അമ്രാമിന്റെ മകളായ മോശയുടെയും അഹരോന്റെയും മിറിയാമിന്റെയും അപ്പനാണ് ഈ അമ്രാം എന്ന് പറയുന്നത് ബൈബിളിലെ. അമ്രാമിന്റെയും യഹോബത്തിന്റെയും 3 മക്കളാണ് മോശയും അഹരോനും മിറിയാമും. മറിയം അത് തന്നെയാ നമ്മൾ മലയാളത്തിൽ മിരിയാം എന്നൊക്കെ പറയുന്നത്. മറിയം. 2 ക്രിസ്ത്യൻ പണ്ഡിതന്മാർ തമ്മിലുള്ള ഒരു ഖുർആനിക സംവാദമാണിത്. രണ്ടുപേരുടെയും വിഷയം ഖുർആനാണ് എന്ന് മാത്രമല്ല, ഖുർആനിൽ കാണുന്ന യേശു, ഖുർആനിലുള്ള മറിയം, ഖുർആനിലുള്ള ദൈവം, ഇതൊക്കെയാണ് അവരുടെ സംവാദ വിഷയം. ഒന്ന് പെന്തക്കോസ്ത് സഭയുടെ ഒരു നേതാവ്, മറ്റൊന്ന് കത്തോലിക്ക സഭയുടെ ഒരു നേതാവ്. ഒരാൾ ഇസ്ലാമിൽ നിന്ന് അങ്ങോട്ട് പോയതാണ്, മറ്റൊന്ന് ജന്മനാൽ കത്തോലിക്ക സഭയല്ലെങ്കിലും പെന്തക്കോസ്ത് ക്രിസ്ത്യാനിയാണ്. പക്ഷെ രണ്ടുപേരും മഹാ തെറി വിളിക്കലാണ് എന്ന് മാത്രമല്ല, ആ വീഡിയോയുടെ കമന്റിൽ മൊത്തം തെറിയുടെ അഭിഷേകമാണ്. എന്നാൽ കത്തോലിക്ക സഭയുടെ പണ്ഡിതന് ഒരല്പമൊക്കെ വിദ്യാഭ്യാസമുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ പെന്തക്കോസ്ത് സഭയ്ക്ക് അതിന്റെ നേതാവിന് ഒന്നും തന്നെ അറിയില്ല. കാരണം പെന്തക്കോസ്ത് എന്ന വിഭാഗം തന്നെ പാരമ്പര്യപരമായ കാര്യങ്ങളൊക്കെ നിഷേധിക്കുന്നവരാണല്ലോ. അതായത് ഇസ്ലാമിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് പോയ മാരിയ ജോസഫ് എന്ന വ്യക്തി അല്പമൊക്കെ എല്ലാ മതങ്ങളെയും സംബന്ധിച്ച് പഠിക്കുന്നുണ്ട്. ആ നിലക്ക് ഖുർആനിലുള്ള യേശു അല്ലെങ്കിൽ ഈസാ നബി അവരുടെ ദൈവസങ്കല്പത്തിലുള്ള യേശു തന്നെയാണ്. അതുപോലെ ദൈവത്തെ അള്ളാഹു എന്ന് വിളിക്കാം. കാരണം അറബി ബൈബിളുകളിലൊക്കെ ദൈവത്തെ അള്ളാഹു എന്ന് തന്നെയാണ് വിളിക്കുന്നത് എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഒരുപക്ഷെ അത് സത്യമാണ്. കാരണം വിവിധ ഭാഷകളിലൂടെ പഠനം നടത്തുമ്പോൾ ആ ഒരു സത്യത്തിലേക്ക് എല്ലാവരും എത്തിപ്പെടും. പക്ഷെ അദ്ദേഹത്തെ മഹാതെറിയാണ് സെബാസ്റ്റ്യൻ വിളിക്കുന്നത്. എന്തായാലും സെബാസ്റ്റ്യന്റെ വിഡ്ഢിത്തങ്ങൾക്കൊരു മറുപടിയാണ് ഞാൻ നൽകുന്നത്. സെബാസ്റ്റ്യന്റെ വിഷയം ഖുർആൻ സൂറ മറിയമിലെ 28ാമത്തെ വചനം, യാ ഉസ്ത ഹാറൂൻ എന്ന ആ വചനത്തിൽ മറിയമിനെ ഹാറൂന്റെ സഹോദരി എന്ന് ആളുകൾ അഭിസംബോധന ചെയ്തു എന്നതാണ്. എന്നാൽ ഹാറൂൻ എന്നുള്ളത് മൂസയുടെയും സഹോദരനാണ്. അതായത് ഏകദേശം 1000-ലധികം വർഷം മുമ്പ് ജീവിച്ച മൂസ. യേശുവിനേക്കാൾ 1000-ലധികം വർഷം മുമ്പ് ജീവിച്ച ആളാണ് മൂസ. ആ മൂസയുടെ സഹോദരനാണ് ഹാറൂൻ. അപ്പോൾ ഹാറൂന്റെ സഹോദരിയാണ് യേശുവിന്റെ അമ്മയെങ്കിൽ അത് മൂസയുടെയും സഹോദരിയാണ്. അപ്പോൾ ഏകദേശം 1000-ഓളം വർഷം പഴക്കമുള്ള
അല്ലെങ്കിൽ അത്രത്തോളം അകൽച്ചയുള്ളൊരു പിതാവും മകനും എങ്ങനെയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു പിതാവും മകളും എങ്ങനെയാണ് ഉണ്ടാവുക എന്നാണ് ചോദ്യം. ഖുർആന്റെ തത്വം അനുസരിച്ച് ഈസ എന്ന യേശുവിന്റെ മാതാവ് മറിയമിന്റെ സഹോദരനായിട്ട് ഹാറൂൻ എന്നൊരു വ്യക്തിയെയും പരാമർശിക്കുന്നുണ്ട്. അവരുടെ പിതാവ് ഇമ്രാൻ എന്നൊരു വ്യക്തിയാണ്. എന്നാൽ 1000-ലധികം വർഷം പഴക്കമുള്ള മൂസയുടെ സഹോദരനായ ഹാറൂനെ സംബന്ധിച്ചല്ല ഇവിടെ പരാമർശിക്കുന്നത്. പക്ഷേ സെബാസ്റ്റ്യൻ തെറ്റിദ്ധരിച്ചത് അങ്ങനെയാണ്. സത്യത്തിൽ BC 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു ഇമ്രാന്റെ മകളാണ് മറിയം. ആ ഇമ്രാന് ഒരു മകനുണ്ട്, അതാണ് ഹാറൂൻ. ഇതാണ് ഖുർആൻ നൽകുന്ന സന്ദേശം. ഖുർആൻ പഠിപ്പിക്കുന്ന ചരിത്രം അങ്ങനെയാണ്. ഹാറൂൻ എന്ന് കേൾക്കുമ്പോഴേക്ക് അത് 1000-ലധികം വർഷം പഴക്കമുള്ള മൂസയുടെ സഹോദരനായ ഹാറൂനാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന് ഖുർആനിന്റെ തഫ്സീറുകൾ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഉദാഹരണമായി തഫ്സീർ റാസി, തഫ്സീർ തൊബരി എന്നിങ്ങനെയുള്ള തഫ്സീർ ഗ്രന്ഥങ്ങളെ ഒന്ന് പഠന വിധേയമാക്കുക. എന്നാൽ സെബാസ്റ്റ്യന്റെ ഈ സംശയങ്ങളൊക്കെ തീരും. ഒരു പേരുള്ള വ്യക്തി ലോകത്ത് ഒന്നേയുള്ളൂ, അല്ലെങ്കിൽ ഒന്നേ ഉണ്ടാകാവൂ എന്നുള്ളൊരു സങ്കുചിതത്വ മനോഭാവമാണ് നമ്മുടെ സെബാസ്റ്റ്യനെ ഇത്തരം ഒരു തെറ്റിദ്ധാരണയിലേക്ക് എത്തിച്ചത്. BC 14-ാം നൂറ്റാണ്ടിൽ ഒരു ഹാറൂനുണ്ട്, എന്നാൽ BC 1-ാം നൂറ്റാണ്ടിൽ മറ്റൊരു ഹാറൂനുണ്ട്. ഇതാണ് ഖുർആന്റെ ചരിത്ര വിവരണം. എന്തായാലും മറിയമിന്റെ സഹോദരനെ, അല്ലെങ്കിൽ മറിയമിന്റെ മാതാവിനെ, അല്ലെങ്കിൽ മറിയമിന്റെ പിതാവിനെ, അവരെയൊന്നും സംബന്ധിച്ച് ബൈബിളിൽ ഒന്നും തന്നെ പറയുന്നില്ല. അതാണ് അത്ഭുതം. ബൈബിളിൽ വിവരിക്കപ്പെടാത്തൊരു ചരിത്ര സത്യത്തെ മറ്റൊരു ഗ്രന്ഥത്തിൽ വിവരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ തെറി വിളിക്കേണ്ട ആവശ്യം എന്താണ്? മറിയമിന്റെ മാതാപിതാക്കളെ സംബന്ധിച്ച് ബൈബിളിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് മുഹമ്മദ് നബിയുടെ കുറ്റമല്ലല്ലോ. പ്രോട്ടോ ഇവാഞ്ചലിയം ഓഫ് ജെയിംസ് എന്നൊരു പുസ്തകമുണ്ട്. അത് ഏകദേശം AD 2-ാം നൂറ്റാണ്ടിൽ തയ്യാറാക്കപ്പെട്ടതാണ്. അതിന്റെ ഓഥർ ആരാണെന്ന് ഇനിയും വ്യക്തമല്ല, അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. ഏകദേശം ഒരു ഗ്രീക്ക് ഭാഷയിലാണ് അത് എഴുതപ്പെട്ടത്. അതിനകത്ത് മറിയമിന്റെ മാതാപിതാക്കളെ സംബന്ധിച്ച് ഒരു അഭിപ്രായം ഉന്നയിക്കപ്പെടുന്നുണ്ട്. മറിയമിന്റെ പിതാവ് ജോവാക്കിം എന്നൊരാളാണ്, അതുപോലെ മാതാവ് ആന്നെ എന്നൊരു മഹതിയാണ് എന്നൊക്കെയാണ് അതിലെ വിവരണം. പക്ഷെ ഇതൊരു അംഗീകൃത ഗ്രന്ഥമല്ല. ഒരു ബൈബിളിന്റെ കാറ്റഗറിയിലേക്ക് ഇത് അംഗീകരിക്കപ്പെട്ടിട്ടുമില്ല. ഒരു നോൺ കാനോണിക്കൽ ബുക്കായിട്ടാണ് ഇത് കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രോട്ടോ ഇവാഞ്ചലിയം ഓഫ് ജെയിംസ് എന്ന പുസ്തകത്തിൽ മറിയമിന്റെ മാതാപിതാക്കളെ സംബന്ധിച്ച് പറയപ്പെടുന്നത് ഒരു ചരിത്ര സത്യമായിട്ട് ആരും തന്നെ അംഗീകരിക്കുന്നില്ല. എന്നാൽ ഖുർആനിൽ അദ്ദേഹത്തിന്റെ മറിയമിന്റെ പിതാവിനെ സംബന്ധിച്ച് ഇമ്രാൻ എന്ന് വ്യക്തമായിട്ട് പറയുന്നുമുണ്ട്. പ്രോട്ടോ ഇവാഞ്ചലിയം ഓഫ് ജെയിംസ് എന്ന പുസ്തകത്തിൽ കാണുന്നത് തെറ്റാണെന്നോ അത് വ്യാജമാണെന്നോ നമുക്ക് വാദമില്ല. കാരണം അതിനകത്ത് മറിയമിന്റെ പിതാവിനെ സംബന്ധിച്ച് ജോവാക്കിമാണ് പിതാവ് എന്ന് രേഖപ്പെടുത്തപ്പെടുമ്പോൾ, അതുപോലെ ഖുർആനിൽ ഇമ്രാനാണ് പിതാവ് എന്ന് രേഖപ്പെടുത്തുമ്പോൾ തമ്മിൽ വൈരുദ്ധ്യങ്ങളാണെന്ന് സങ്കല്പിക്കേണ്ട ആവശ്യവുമില്ല. കാരണം വിവിധ ഭാഷകളിൽ ചില പേരുകൾ വ്യത്യസ്ത രൂപങ്ങളിൽ ഉണ്ടാകാറുണ്ട്. യേശുവിന്റെ പേര് തന്നെ ഗ്രീക്ക് ഭാഷയിലും സുറിയാനി ഭാഷയിലും അറബി ഭാഷയിലും ഹിബ്രു ഭാഷയിലും വ്യത്യസ്ത രൂപങ്ങളിലാണ് ഉള്ളത്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ ഇമ്രാൻ തന്നെയായിരിക്കും BC 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇമ്രാൻ തന്നെയായിരിക്കും BC 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ജോവാക്കിം. എന്തായാലും കത്തോലിക്ക സഭയുടെ പണ്ഡിതന്മാരെ തള്ളിപ്പറയാൻ വേണ്ടി പെന്തക്കോസ്ത് വിഭാഗക്കാരെ ഖുർആനിന്റെ കാര്യത്തിൽ തെറ്റിദ്ധരിക്കുകയോ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യേണ്ടതില്ല. കാരണം എന്തെന്ന് വെച്ചാല് 1000-ലധികം വർഷം പഴക്കമുള്ള ഹാറൂനാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നതെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഖുർആനിലെ ഒരു ആയത്തിലും ഒരു അധ്യായത്തിലും അങ്ങനെയില്ല. എന്ന് മാത്രമല്ല, യാ ഉഖ്ത ഹാറൂൻ എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ ആ ഹാറൂൻ മൂസയുടെയും സഹോദരനായ ഹാറൂൻ ആയിരുന്നുവെങ്കിൽ യാ ഉഖ്ത മൂസ എന്നാണ് വിളിക്കേണ്ടത്. കാരണം ഹാറൂനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായ നേതാവ് മൂസയാണ്. മൂസ പ്രവാചകനെ സംബന്ധിച്ച് ഞാൻ ക്രൈസ്തവ പണ്ഡിതന്മാരോട് പറയേണ്ടതില്ല.
കാരണം ബൈബിൾ പഴയ നിയമം വായിക്കുന്ന അല്ലെങ്കിൽ വായിച്ച ക്രൈസ്തവ പണ്ഡിതന്മാർക്ക് മൂസയുടെ സ്ഥാനം ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്വാഭാവികമായും ഏറ്റവും പ്രസിദ്ധനായ ഒരു വ്യക്തിയുടെ സഹോദരനായിട്ടാണ് അല്ലെങ്കിൽ സഹോദരിയായിട്ടാണ് ആരും പരാമർശിക്കുക. ആ നിലക്ക് ഹാറൂനിന്റെയും മൂസയുടെയും സഹോദരിയാണ് മറിയമെങ്കിൽ യാ ഉഖ്ത മൂസ എന്നാണ് വിളിക്കേണ്ടത്. ഓ മറിയമേ, മൂസയുടെ സഹോദരിയായ മറിയമേ എന്നാണ് വിളിക്കുക. ഈ ഒരു അടിസ്ഥാന തത്വമെങ്കിലും സെബാസ്റ്റ്യൻ മനസ്സിലാക്കണം. ഇനി ഖുർആനിലെ യേശു ആരാണ്, ഖുർആനിലെ ഈസ ആരാണ്, ഖുർആനിലെ ക്രിസ്തു ആരാണ്, അതുപോലെ ഖുർആനിലെ ദൈവം ആരാണ്, ബൈബിളിലെ ദൈവം ഏതാണ് എന്നൊക്കെയുള്ള വിവരങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോ ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യാം.